ഹലോ, അസ്സാം വലൈക്കും. എല്ലാവരും ഓണത്തിന് സദ്യ ഒരുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിക്കാണും. അപ്പം ഓണത്തിന് സദ്യക്ക് വിളമ്പാനുള്ള 2 ഐറ്റമാണ് ഞാനിന്ന് കാണിക്കുന്നത്. അവിയലും ഓലനുമാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചിയാണ്. അതൊക്കെ നമുക്ക് തലേ ദിവസമേ റെഡിയാക്കി വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സദ്യ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരു ടാസ്ക് തന്നെയാണ്. ഈ പറയുന്ന എനിക്കും ടാസ്ക് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ തേങ്ങ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാം. ഒന്ന് പച്ചക്കറി അരിയാൻ നിൽക്കുമ്പം എല്ലാത്തിൻ്റെതും പച്ചക്കറികൾ ഒരുമിച്ച് വേഗം ഓരോ പാത്രത്തിൽ അരിഞ്ഞ് വെക്കുക. ഓരോ കറിക്കായിട്ട് അരിയാതിരിക്കുക. പിന്നെ തേങ്ങയൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ചിരവി വെക്കുന്ന ആൾക്കാർക്ക് ചിരവി വെക്കാം. ഗൾഫുകാർക്കാവുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തുള്ള ഫ്രണ്ട്സും റിലേറ്റീവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 5 കറി വെക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 4 കറി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചാൽ അവർക്ക് 2 പേർക്കും ഈ 2 കറികൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്തു നിന്ന് ഈ 2 കറികൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 9 കറിയായി. അല്ലെങ്കിൽ ഒരു കറിയും ഒരു പായസം അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 പായസമായി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഒരു ഐഡിയയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവും. നമുക്ക് ഉണ്ടാക്കേണ്ട കറികളുടെ എണ്ണം കുറഞ്ഞു കിട്ടും. നമുക്ക് അത്രയും ബുദ്ധിമുട്ടും കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. ഞാനിതിലിപ്പം 2 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചക്കാൻ്റെ പകുതിയോളം നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ചേന മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ബീൻസ് ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇളവനും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറികൾ ഒരേ വലുപ്പത്തിൽ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതിനിപ്പോൾ ഒരു പാനിലിട്ട് ഞാൻ അതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടിപ്പോകരുത്. പച്ചക്കറി ഒന്നും വെന്ത് ഉടഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇത് വേവുമ്പോഴേക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരു 3-4 പച്ചമുളകും 4-5 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടാണ് ഈ അരപ്പ് റെഡിയാക്കുന്നത്. നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനും ഇതേ അരപ്പ് തന്നെയാണ്. നമുക്കിപ്പം അതിൻ്റെതും കൂടെ വേവിക്കാൻ വെക്കുകയാണെങ്കിൽ ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ഒറ്റൊരരപ്പ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ 2നും എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ പച്ചക്കറിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് ഈ തേങ്ങയുടെ അരപ്പൊന്ന് കുക്കാവണം. അതേപോലെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി ഇതിൽ മസാല ആ ഒരു തേങ്ങാപ്പീര ഒന്ന് നല്ലവണ്ണം പൊതിഞ്ഞ പാകത്തിനായി വരണം. അപ്പോൾ ഇതിപ്പം നല്ലവണ്ണം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ലൈമും കുറച്ച് പച്ച വെളിച്ചെണ്ണയും 2 തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. ഇത്രയേ ഉള്ളൂ. അതൊന്ന് മുറിച്ച് വേവിക്കാൻ വെക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ആ ഒരു സമയം മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്നാലും എന്തെങ്കിലും ഒരു മാറ്റം ഉള്ളതാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിനി ഓലൻ ഉണ്ടാക്കാം അല്ലേ? ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് ഇളവൻ എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി പീസ് എടുത്തിരിക്കുന്നത് അത് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വൻപയർ, ഒരു 1/2 കപ്പ് വൻപയർ ഒന്ന് വെള്ളത്തിൽ ഒരു 10-15 മുമ്പ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നു. വേഗം വേവാൻ വേണ്ടിയിട്ടാണ്. ഇനി വൻപയർ ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അതാകുമ്പോൾ ഒരു 2 വിസിലിടുമ്പം ഓഫ് ചെയ്താൽ മതി. അപ്പം ആദ്യം ഈ പയറൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടിടാം. പിന്നെ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇളവൻ 2-ാം പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അത് വേവിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് അതിലേക്ക്
ഒരു 4 പച്ചമുളക്, 3-4 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പയറ് വെന്തിട്ടുണ്ട്. ആ പയറ് വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് ആ പയറ് ഒന്നുകൂടെ ഈ ഇളവൻ്റെ കൂടെ ഇട്ടിട്ട് ആ തേങ്ങാപ്പാലിൽ 2ാം പാലിലിട്ടിട്ട് വേവുന്ന ഇളവൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യണം. എങ്കിലേ തേങ്ങാപ്പാൽ അതിലും കൂടെ ഒന്ന് പിടിച്ച് വരുള്ളൂ. അത് വെന്ത് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഈ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് തിളക്കരുത്. ഒരു തിള വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഓലനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ 1ാം പാൽ എടുക്കുന്നത് നല്ല കട്ടി പാലെടുക്കണം. എൻ്റേത് കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ട്. അപ്പം നല്ല കട്ടി പാൽ തന്നെ ഒഴിക്കുക. എന്നെങ്കിൽ ആ കറി നല്ല ഒരു തിക്കായിട്ടുള്ള കറിയായിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ വേറെ നല്ല റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.